ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കല്യാണത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ പോയി കാണുക കേട്ടോ. ചുണ്ടിലൊക്കെ എന്തോ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് സങ്കടം എന്താ വെച്ചാൽ ഞാൻ തുമ്പിനെ നല്ല ഒരുക്കി സുന്ദരിയായിട്ട് കൊണ്ടുപോകണം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അല്ലും എന്തായാലും വരുന്നില്ല, അവൻ അമ്മമ്മേൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. തുമ്പിനെ ഒരുക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ എൻ്റെ ഈ കണ്ടീഷൻ ആൻഡ് ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം വിചാരിച്ചായിരുന്നു, അത് നടന്നിട്ടില്ല. ഫുള്ള് രാവിലെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഈ ടൈമാണല്ലോ, നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. സോ ഞാനാണ് പോകുന്നത്, ഞാൻ മാത്രമാണ് പോകുന്നത്. മക്കൾ രണ്ടുപേരും അമ്മേൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പൂൻ്റെ കൂടെ പോവാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ആൽമ സോൾഫുൾ വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് എന്നാണ് കേട്ടോ നമുക്ക് ഈ സാരി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി സാരി തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു പിക്ക് കണ്ടപ്പോൾ ഇത് ഒതുങ്ങി നിൽക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്നുള്ള വലിയ പ്ലാനിങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ഒന്നും ഞാൻ വിചാരിച്ച പോലെ ആയില്ല. പിന്നെ ഈ സമയത്ത് നമ്മൾ എല്ലാം വിചാരിച്ച പോലെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറ് അല്ലൂട്ടനാണ് കേട്ടോ. ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അല്ലൂട്ടനാണ് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയും കേട്ടോ. അങ്ങനെ ചെയ്യമ്മ, ഇങ്ങനെ ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും വീഡിയോസ് എടുക്കുന്ന ഒരു കോർണറാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. തുമ്പമ്മേനെ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു. തുമ്പി രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുന്നില്ല, രാവിലത്തെ മെയിൻ പരിപാടികളൊന്നും നടത്തിയില്ല. അപ്പോൾ ഓളെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി എനിക്ക് പണി കിട്ടിയാലേ. അവിടെ നിന്നൊക്കെ ഓക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എൻ്റെ അവസ്ഥ തന്നെ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഇന്നെ മാത്രം നോക്കിയാൽ മതി. മക്കളാകുമ്പോൾ ഓരോ വയ്യാൽ ഓടി നടക്കുകയൊക്കെ വേണം. അപ്പം എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അന്നേരം അമ്മയും പറഞ്ഞിട്ടോ, വേണ്ട ഓളും ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ, അമ്മയും ഉണ്ടല്ലോ, അപ്പോൾ ഓര് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ തുമ്പീനെ എടുത്തില്ല. അല്ലൂന് പിന്നെ എപ്പോഴത്തെയും പോലെ അമ്മേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ട, പിന്നെ ഓൻ വരില്ല. അപ്പോൾ ഓൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. തുമ്പിക്കെല്ലാം ഞാൻ സെറ്റാക്കി വെച്ച്, ഡ്രസ്സും ഒക്കെ സെറ്റാക്കി വെച്ച്, തലേന്ന് തന്നെ എല്ലാം എടുത്തൊക്കെ വെച്ചതായിരുന്നു. പക്ഷെ രാവിലെ ഓളിക്ക് പണി തന്ന്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങി അപ്പൂനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പു ചായ കുടിക്കുകയാണ്. ഞാൻ രാവിലെ അധികം ഫുഡ് കഴിച്ചില്ല, കാരണം പോണ വയ്ക്ക് വാൾ വെക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് കുറച്ച് വളരെ മിനിമലായിട്ട്, കാരണം ഇൻസുലിൻ വെക്കുന്നതാണ്, ഇൻസുലിൻ വെച്ച് വളരെ മിനിമലായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. അപ്പു അകത്തുനിന്ന് പൂരിയും ഇഷ്ടുക്കറിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. പനിയിൽ നിന്നിട്ട് ഓക്കെ ആയി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലൂട്ടനും തുമ്പിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലൂട്ടൻ എന്താ അവിടുന്ന് അമ്മമ്മ കഞ്ഞി കൊടുക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തത്. അപ്പം ഞാൻ വെറുതെ അവനെ പിടിച്ചൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അവന് അയ്യോ എൻ്റെ മുഖത്തൊക്കെ കഞ്ഞി ഇരിപ്പുണ്ട് അമ്മയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞു പോവാണ്. പക്ഷേ അല്ലുവിന് അമ്മമ്മേൻ്റെ കൂടെ നിൽക്കുകയും വേണം, എന്നാലും അപ്പൂൻ്റെ കാറിൽ കയറുകയും വേണം. അപ്പൂൻ്റെ പുതിയ കാറാണല്ലോ, അപ്പോൾ അതിൽ കയറുകയും വേണം എന്നുള്ളൊരിതാണേ. അപ്പോൾ അപ്പു പറഞ്ഞു ഞാൻ പോയി വന്നിട്ട് അല്ലൂസിനെ ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓനെ സെറ്റാക്കിയാണ് വെച്ചത്. ഓൻ ഓരോരോ ഡൗട്ടുകളാണ്, ഇതെന്താണ് അതെന്താണ്, കാർ ഭ്രാന്തനാണ് കേട്ടോ അല്ലൂട്ടെ. ഭയങ്കര ഇഷ്ടമാണ് കാറ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തുമ്പമ്മ താണ്ടോ ഹോർലിക്സ് ഒക്കെ തിന്ന് മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ട് വന്നതാണ്. അമ്മമ്മ അതാ പുതിയ ലുക്കിലൊക്കെ ആട്ടോ നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. പന്തീരങ്കാവാണ് കേട്ടോ, അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. പക്ഷേ ഞങ്ങൾ ആദ്യം വലിയച്ഛൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഞാനും അപ്പും കൂടെ പോകാൻ കേട്ടോ. പോണ വഴിക്ക് എവിടെയും മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നിർത്തണേ, നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ കുറേ കഥയും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ വാള് വെക്കുമോ അല്ലെങ്കിൽ സൈഡാകുമോ. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ അവസ്ഥ ഞങ്ങളോട് പറയലുണ്ടല്ലോ, ശരിക്കും സൈഡാവുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതാ മുല്ലപ്പൂ ഒക്കെ വാങ്ങി. പക്ഷേ ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ 50 ആ റേഞ്ചൊക്കെയാണ്, പക്ഷേ ഇവിടെ 60ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അപ്പൂൻ്റെ പുതിയ കാറ്. അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഞങ്ങളിതാ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നേരെ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. പോണ വയ്ക്കുന്നത് പാപ്പനും ഒക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും കണ്ട് ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറങ്ങിക്കോ, ബ്രേക്ക് അടിക്കാൻ അറിയാത്ത പെണ്ണുങ്ങളാ. ഇറങ്ങിക്കോ. നിർത്തിയ ഗർഭണാ നിങ്ങൾ അറിഞ്ഞതാ. കെട്ടണ ഞാൻ വീഡിയോ ഇട്ടേ. മറുപടി കെട്ടിപ്പിടി പോട്ടെ. പച്ചയെന്ന്
അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ് കേട്ടോ. കുഞ്ഞി നല്ല നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അവൾക്ക് വേറെ ചെന്ന പടം തന്നെ വലിയച്ഛനുണ്ട് അവിടെ. പിന്നെ അത് കുഞ്ഞിൻ്റെ ഫ്രണ്ടാണ് കൃഷ്ണ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. എല്ലാവരും ക്യാമറ കാണുമ്പോൾ ഒന്നുകിൽ ഓടും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ടത് ഇങ്ങനെ നിൽക്കും. ഞാൻ അഭിനയിക്കില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് അന്നത്തെ രാവിലത്തെ നമ്മുടെ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മിക്സഡ് ഇമോഷൻ ആയിരിക്കുമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടെൻഷനും വെപ്രാളവും ഒക്കെ ഉള്ളത്. എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും, കാരണം ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പം അവരെല്ലാവരും അനിയത്തിമാരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തറവാട്ടിൽ ഏറ്റവും കൂടുതൽ പെൺപിള്ളേരാണുള്ളത്. ആൺപിള്ളേർ വളരെ കുറവാണ്. അപ്പു, മുണ്ടൻ, ഷീക്കു തുടങ്ങിയ കുറച്ച് പിന്നെ ചെറിയ ചെറിയ ചിടുങ്ങുകളിലേക്കാണ് വരുന്നത്. എന്നാലും വളരെ കുറച്ച് ആൺപിള്ളേരാണുള്ളത്. ബാക്കി എല്ലാം പെൺപിള്ളേരാട്ടോ. വരിക്ക് പെൺപിള്ളേരുള്ള തറവാടാണ് ഞങ്ങളെപ്പോഴും ഇത് പറയാറുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയുക, രസമായിരുന്നു. പിന്നെ എല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങളിവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടേക്ക് പോയി. പിന്നെ രാവിലെ നമ്മൾ ചോറ് കൊടുക്കുന്ന, അതായത് സദ്യ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ടോ എനിക്കറിയില്ല, നമ്മളവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ടോ, ഞാനും രാവിലെ ഇരുന്ന് കഴിച്ചു. പക്ഷെ നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. എന്നാലും ചടങ്ങിൻ്റെ പേരിൽ നമ്മളങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം. പിന്നെന്താണ്, കാല് തൊട്ട് നിറവിലൊക്കെ അത് വലിയൊരു ചടങ്ങാണല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അറിഞ്ഞും പുറിഞ്ഞും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് കുഞ്ഞിയുടെ സാരിയും അതുപോലെ മേക്കപ്പും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കപ്പ് ഭയങ്കര നാച്ചുറലാണ്. നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു പുട്ടി ഫീലോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം അവളുടെ ദിവസമാണല്ലേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ കൃഷ്ണ കാര്യമായിട്ട് ഉപ്പുമാവൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗർഭിണീനെ നോക്കി നിൽക്കി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കും കൊണ്ടു തന്ന്. ഞാനും ആ ഉരുള കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കുമ്പോൾ ഒരു പേടിയുണ്ട്, ഈശ്വരൻ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വേഗം സൈഡാവും. അതുകൊണ്ട് പിന്നെ ഇവരിരുന്ന് ഇങ്ങനെ ഒരു ചടങ്ങാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. രാവിലെ തന്നെ ഇവർക്ക് സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ട് അങ്ങനെ. അപ്പോൾ കൂടെ നമ്മൾ തോഴിമാരായിട്ട് രണ്ടുപേരും ഇരിക്കും. അങ്ങനെ രാവിലെ തന്നെ ഭക്ഷണം വല്യമ്മമാർ, അതൊക്കെ വല്യമ്മമാരും എല്ലാവരും വല്യമ്മമാരാട്ടോ. ഇവരെല്ലാവരും വല്യമ്മമാരാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പാടെ വിളമ്പി കൊടുക്കുകയാണ് ഗൈസ്. പക്ഷേ അത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു സത്യം. കാരണം നമ്മുടെ മുമ്പിൽ എത്രയും അടിപൊളി സദ്യ കൊണ്ടുവച്ചാലും നമുക്ക് അന്നത്തെ ദിവസം രാവിലെ കഴിക്കാനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. അങ്ങനെ എന്തായാലും ഇവർ ഇരുന്ന് കഴിക്കുന്നവർ കുറച്ച് കഴിച്ചപാട് കുഞ്ഞാണ് അയ്യോ എനിക്ക് വേണ്ടാന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ബോധം പോവും. കാരണം നമുക്ക് വിശപ്പ് വരും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ പക്ഷേ അന്ന് വിശപ്പോ എന്തൊക്കെ അറിയില്ല, ഒരു പ്രത്യേക തരം ഫീലാണല്ലേ. പക്ഷേ ഞാൻ മാക്സിമിൻ്റെ വെഡ്ഡിങ് ടൈം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് താലി കെട്ടുന്ന സമയത്താണ് ഞാൻ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ താലി കെട്ടൊക്കെ എനിക്ക് അധികം ഓവർ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ അപ്പോൾ ഇവളാണെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്, തലശ്ശേരി എത്തണം. അതിൻ്റെ ഇടയിൽ കൂടെ വല്യമ്മമാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണയും കാര്യമായിട്ട് കഴിക്കേണ്ടപ്പോൾ കൃഷ്ണ ഈശ്വര നിങ്ങളിപ്പോൾ എല്ലായിടത്തും ഇത് അറിയിക്കില്ല എന്നുള്ള മട്ടിലാണ് നോക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഏറ്റവും വലിയ പരിപാടിയാണ് കാല് തൊട്ട് നിറവിലൊക്കൽ. ഇതൊരു ഭയങ്കര ചടങ്ങ് തന്നെയാണ് അല്ലേ. സത്യം പറയുകയാണെങ്കിൽ കുറേ നമ്മളെ ഫാമിലി വലുതാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നമുക്ക് ആ ഒരു തന്നെ ആയിരിക്കും. പക്ഷെ നല്ലൊരു കാര്യമല്ലേ അല്ലേ. നല്ലൊരു നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് എല്ലാവരും വിളിക്കാൻ ഞാൻ മുകളിലേക്ക് ഒന്ന് കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നടന്നൊരു ഫോട്ടോഷൂട്ടാണ് ഇത്. ഓക്കെ, ഇത് രണ്ടുപേരും എൻ്റെ മേമമാരാണ് കേട്ടോ. അശ്വതി മേമ ആക്ച്വലി മേമാന്നൊന്നും വിളിക്കാൻ പറ്റില്ല, എന്നെക്കാളും കുറച്ച് ഏജ് ഡിഫറൻസേ ഉള്ളൂ. എന്നാലും മേമേനെ നമ്മൾ മേമാന്ന് വിളിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ താഴേക്ക് തന്നെ പോയപ്പം എന്നെ കണ്ടവിടെ വേഗം വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ കസിൻസ് എല്ലാവരും കൈ കൊടുക്കുന്ന നിൽക്കാം. ഞാനും കൈ കൊടുക്കാൻ പറ്റില്ല, നീ ചേച്ചിയാണ് അനുഗ്രഹം കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടി ഇങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ സാരി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം വയറുപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവരും അനുഗ്രഹമൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ കുഞ്ഞി ഇറങ്ങുന്ന സമയമാണ്. ഇത് കുഞ്ഞിയുടെ അനിയനാണ് കേട്ടോ. കുഞ്ഞിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്, സ്വാതി. നമ്മൾ മുമ്പ് അവളുടെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. അവളും ഹസ്ബൻഡും എബ്രോഡാണ് കേട്ടോ ഉള്ളത്. സോ അവളെ ഈ ഒരു മൊമെൻറ്റിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചൊരു കല്യാണം. ഇതിൻ്റെ മുന്നേ ഞാൻ സ്വാധീന കല്യാണം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് വൈശാഖേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ വൈശാഖേട്ടൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ കെട്ടിയോ നമ്മളെ വീട്ടിലെ പരിപാടിക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. പക്ഷെ അതില്ലാണ്ടാകുമ്പോഴാണ് ഭയങ്കര സങ്കടമാവുക അല്ലേ. വല്യമ്മ അതിനിടയ്ക്ക് ഒന്ന് ഇമോഷണലായി കേട്ടോ. എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. എനിക്കും ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ അമ്മ ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഓക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഓക്ക് കല്യാണം കഴിച്ചെടുക്കുമ്പോൾ ഈ എന്തിനാണ് കരയുന്നതെന്ന് വെച്ചിട്ടാണ് അച്ഛൻ ദേഷ്യം പിടിക്കുക കേട്ടോ. അച്ഛൻ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനത്തെ നല്ല മൊമെൻറ്റ്സിൽ കരയുന്നതോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മയൊക്കെ കരഞ്ഞ് സീനാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിലാസിനിയമ്മായും പിന്നെ നമ്മളെ ശാരദാച്ചമ്മയും നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ.
പിന്നെ ഇതാ നമ്മളെ കുട്ടി നമ്മളെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെയായിരുന്നു, വലിയച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറേ പേര് ഇങ്ങോട്ട് ഡയറക്റ്റ് എത്തുകയാണ് ചെയ്തത് കേട്ടോ, വീട്ടിലേക്ക് വരാതെ. മുല്ലപ്പ് വേണം, മുല്ലപ്പ് വേണം. എല്ലാവരും വരിക, എല്ലാവരും വരിക. കൊണ്ടുവന്നില്ല. മണ്ഡപമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓഡിറ്റോറിയം നല്ല അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു സൗകര്യമുള്ള ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്തൊക്കെ ഓഡിറ്റോറിയം തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. കാരണം ഇപ്പോൾ എല്ലാവരും വീടൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ അല്ലേ ഉണ്ടാക്കുക. സോ ഓഡിറ്റോറിയം ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് എല്ലാവരും ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഓഡിറ്റോറിയമാണ് നല്ലതെന്ന് തോന്നും. കാരണം വീട്ടിലുള്ളവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുകയല്ലേ ചെയ്യുക. പക്ഷേ ചില കാര്യം ഇമോഷണലി ആലോചിക്കുമ്പോൾ ചിലപ്പം വീട്ടു കല്യാണം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയട്ടെ. എൻ്റേത് വീട്ടു കല്യാണം അല്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടേത് ഇന്ത്യ കാസ്റ്റ് മാരേജ് ആയിരുന്നു, എൻ്റെയും വൈശാട്ടിനെയും. അപ്പോൾ ഞങ്ങളുടെ ചടങ്ങുകളിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടു കല്യാണം ആകുമ്പോൾ അതൊക്കെ കൂടെ പിന്നെ കലപിലാവും. അതിന് നല്ലത് ഞങ്ങൾ 2 കൂട്ടരും കൂടി തീരുമാനിച്ചു അമ്പല കല്യാണം ആക്കാമെന്ന്. അങ്ങനെ വൈശാട്ടിൻ്റെ വീടിനടുത്തുള്ള ഞാൻ എപ്പോഴും പോകുന്ന അമ്പലമല്ലേ, അവിടെ നിന്നായിരുന്നു എൻ്റെ കല്യാണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇവരെല്ലാവരും നിൽക്കുമ്പോൾ ഇങ്ങനെ ക്യാൻഡിഡ് പിക്സ് എടുക്കുക എന്നുള്ളതില്ലേ. അപ്പോൾ ദേവുവിൻ്റെ കുറച്ച് ക്യാൻഡിഡ് പിക്സ് എടുത്താണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ പാപ്പന മോളാണ്. നല്ല രസമല്ലേ. അങ്ങനെ ഇവരെല്ലാവരും പെണ്ണിനെയും ചെക്കനെയും എന്താ പറയുക താലം പിടിച്ച് കൊണ്ടുവരില്ലേ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അത് പിങ്കിമോള്, കുഞ്ഞു എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത പിക്സൊക്കെ അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ് പയ്യനും പെണ്ണും കൂടെ വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പാപ്പന മോളാണ്. പിന്നെ ഓൾ സ്പെഷ്യൽ ആക്ഷൻസാണ് നമുക്ക് തരുള്ളൂ കേട്ടോ. അതായത് നിൽക്ക് ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ താലവും പിടിച്ച് പോകുമ്പോൾ യോയൊക്കെ ഇടുന്ന കുലസ്ത്രീ ആയിരുന്നു അവൾ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റേജിൽ നിന്നൊക്കെ നമുക്ക് യോയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് പിക്സൊക്കെ എടുത്ത് പിന്നെ കുറേ കഥ പറഞ്ഞു, മേമമാരോടൊക്കെ അങ്ങനെ കഥയും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഞാൻ അധികം ഫുഡ് കഴിച്ചില്ലല്ലോ. സോ എനിക്ക് നല്ല വിശപ്പ്, ഒന്നാമത് ഷുഗറും കൂടെ ഉള്ളതുകൊണ്ട് നല്ല വിശപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും നിൽക്കുന്നുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യം പയ്യനെ കൂട്ടിയിട്ട് വരണം, പിന്നെ പെണ്ണിനെ കൂട്ടിയിട്ട് വേണം, പിന്നെ അവർ കല്യാണം കഴിക്കണം, എന്നിട്ട് വേണം എനിക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെ. അപ്പോൾ ഇതാ ഇവർ ഫസ്റ്റ് ട്രിപ്പ് വരുന്നുണ്ട്. നമ്മളെ പയ്യൻ ഇതാ വന്നുകൊണ്ടിരിക്കണം. അത് വലിയച്ഛനാണ് കേട്ടോ, അവർ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇതാണ് അപ്പോൾ നമ്മുടെ പയ്യൻ കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പയ്യനെ ശ്രദ്ധിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പയ്യൻ്റെ മമ്മീനെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങി വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആൻറ്റീനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ഡാൻസർ ലുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനവിടുന്ന് മേമാരോട് പറയുകയും ചെയ്തു കേട്ടോ, അമ്മേനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു ഡാൻസറിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ആൾ ബ്യൂട്ടീഷ്യനാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പയ്യനെ ശ്രദ്ധിച്ചതിലും കൂടുതൽ പയ്യൻ്റെ അമ്മേനാണ് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ നമ്മുടെ ടീം ഇതാ പോവുകയാണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞിനെയും കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഏകദേശം കല്യാണം, ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മേമി ഞാനൊക്കെ വേണ്ടി കല്യാണം കഴിഞ്ഞ് വേണം നമുക്കൊരു ഓട്ടം ഓടണം ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ, കാരണം സദ്യ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കല്യാണത്തിന് പോയാലും നമ്മൾ ആലോചിക്കുക നമ്മുടെ കല്യാണമായിരിക്കും അല്ലേ. അന്ന് ഞാൻ എങ്ങനെയായിരുന്നു, ചില സമയമൊക്കെ എനിക്ക് തോന്നും അപ്പം കല്യാണം കഴിക്കണ്ടായിരുന്നു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ തോന്നും. പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെ കല്യാണം ഞാൻ നല്ല അത്യാവശ്യം ഞാൻ ആഗ്രഹിച്ച പോലെ അടിച്ചു പൊളിച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഹൽദി ആണെങ്കിലും അതുപോലെ ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണമാണെങ്കിലും എൻ്റെ മേക്കപ്പ്, ക്യാമറ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ എൻഗേജ്മെൻറ്റ്, ഓ മൈ ഗോഡ്, ഭയങ്കര അട്ടർ ഫ്ലോപ്പായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ബ്യൂട്ടീഷ്യനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ ഒരുങ്ങിയായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഞാനാണ് മേക്കപ്പ് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നുമില്ല, നമ്മളാണ് ഒരുങ്ങിയത്. മുടി കെട്ടി തന്നത് ഫ്രണ്ടാണ്. ആൻഡ് സാരി, ഓ മൈ ഗോഡ്, ആ സാരി ഒന്ന് ഞാൻ ജന്മത്ത് പിന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് അത്രയ്ക്കും എന്താ പറയുക, ആ ഒരു ലുക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ എൻഗേജ്മെൻറ്റ് ഭയങ്കര ഒരു എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും. ഇപ്പോഴാണെങ്കിലൊക്കെ അടിച്ച് പൊളിച്ചേനെ. അപ്പോൾ അതൊക്കെ എനിക്കൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇവിടെ കുട്ടിയുടെ മമ്മിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരും ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളടുത്ത് വരും, ഇവിടെ നിന്ന് എന്തെങ്കിലും കളിക്കും, പിന്നെ ഓടിപ്പോവും, അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, എന്താ ഇവർ കല്യാണം കഴിക്കാത്തത്, ഇവൻ കല്യാണം കഴിക്കൂ, നമുക്ക് വിശക്കുന്നില്ലേ എന്നുള്ളത് ഞങ്ങളിങ്ങനെ പറയാൻ കേട്ടോ. ഇവർ കാര്യമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ഇവർ കല്യാണം കഴിക്കാത്തത് നോക്കുമ്പം മുഹൂർത്തത്തിൻ്റെ സമയം ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത മുഹൂർത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതറിഞ്ഞപ്പോൾ പിന്നെ നമ്മളും വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5 എൻ്റെ 5 വർഷം പോയി എന്നുള്ള മട്ടിലായിരുന്നു. കാരണം കല്യാണം തുടങ്ങിയപ്പോഴത്തേക്കും ക്യാമറാമാൻമാർ അങ്ങോട്ട് വളഞ്ഞത്
ഉള്ളതുകൊണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ കല്യാണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി ഇവരുടെ കല്യാണത്തിന് വീഡിയോ വരുമ്പോൾ ഞാനത് കാണും. ഓക്കെ, അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയൊക്കെയാണ് ഗൈസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്പൂതിരി പറഞ്ഞു തന്നിട്ട് ഞാനും ഏട്ടൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ക്യാമറമാൻ വന്നു. ഇങ്ങനെ ഓരോരുത്തരായി വന്ന് ഇങ്ങനെ മുന്നിൽ നിരന്ന് നിന്നത് കൊണ്ട് തന്നെ നമ്മളധികം ഒന്നും കണ്ടില്ല. താലികെട്ട് തീരെ കണ്ടില്ല. കാരണം താലികെട്ടുന്ന സമയത്ത് തന്നെ അവർ തിരിച്ച് നിർത്തി, ഇങ്ങനെ നിർത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതങ്ങനെ കണ്ടു നിന്നു. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് ഇച്ചിരി കണ്ണ് മങ്ങിപ്പോയിണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കല്യാണം കണ്ടിട്ടുണ്ട്. ഓക്കെ, ആരും വീഡിയോ എടുക്കുന്നതും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് അങ്ങനെ കണ്ടു. പയ്യൻ്റെ വീട് തലശ്ശേരി ഭാഗത്തേക്കാണ് കേട്ടോ. ആക്ച്വലി ഇവർക്ക് ഈ കല്യാണം കഴിഞ്ഞിട്ട് അത്രയും ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇനി പിന്നെ പിറ്റേന്നാണ് വിരുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് കിട്ടിയതൊക്കെ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് പറയാം, ക്യാമറാമാൻകാരെല്ലാവരും കാണുന്നുണ്ട്. നമ്പൂതിരി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനേക്കാളും കൂടുതൽ ക്യാമറാമാൻസാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നാമ്പുറം നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കാര്യമായിട്ട് കല്യാണമൊക്കെ നടക്കുന്നുണ്ട്, മാലയിടലൊക്കെ നടന്നു. എനിക്കിപ്പോഴും ഞങ്ങളത് പറഞ്ഞ് ചിരിക്കായിരുന്നേ. വെച്ചാൽ ഇവർ മാല ഇടുന്ന സമയത്തേ ഞങ്ങൾ നമ്പൂതിരി പറഞ്ഞ ഓർമ്മ തന്നെ. നമ്പൂതിരി ഇങ്ങനെ പറഞ്ഞിട്ടോ, നന്നായി തല താത്തി കൊടുത്തുള്ളൂ, ഇനി എന്നും തല താത്താനുള്ളതല്ലേ ഇത് ഏട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വെച്ചാൽ ഞാൻ മാല ഇടുന്ന സമയത്ത്, ഞാനും ഏട്ടനും അത്യാവശ്യം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ മാല ഇടുന്ന സമയത്തേ അങ്ങനെ അവിടുത്തെ മ്യൂസിക്കൊക്കെ കേട്ട് ആരും ഇവിടെ കാര്യമായിട്ടുള്ള ഡാൻസിലാണ് കേട്ടോ. കുട്ടി കല്യാണമൊന്നും കാണില്ല, കുട്ടി ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ അവിടെ കല്യാണം കഴിഞ്ഞു, മാലയിടലും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളുടെ മെയിൻ പരിപാടിയിലേക്കാണ് കിടക്കേണ്ടത്. എന്ത്, ഭക്ഷണം കഴിക്കൽ. പക്ഷെ അവിടെ ഇനി എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ മേമ പറയാം, എന്തായാലും അവർ ചുറ്റി വരുമല്ലോ, അപ്പം ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും അവർ ചുറ്റി വരുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് തന്നെ കണ്ടു. അവിടെ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. അങ്ങനെയാണ് നമ്മൾ അവരെ കണ്ടത് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് അല്ലേ. സാരി ഒരു ഡബിൾ ഷെയ്ഡുള്ള സാരിയായിരുന്നു. അപ്പം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ചുറ്റുകയാണ്. ചുറ്റി കല്യാണം തന്നെ നമുക്കൊരു ചുറ്റലാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ കണ്ടുപിടിച്ചത്. എന്തോ ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവർ പ്രസാദമൊക്കെ കൊണ്ടു തന്നു. ഞങ്ങളെല്ലാവരും കൂടെ വേഗം പ്രസാദം കഴിച്ചു. കാരണം കിട്ടിയത് പോരട്ടെ എന്ന് വെച്ചു. കാരണം വിശന്നിട്ട് വയ്യായിരുന്നേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നെങ്കിലും പിന്നെ ലേറ്റ് ആവട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൂൻ്റെ അപ്പുറത്തൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞതും കണ്ടിട്ട് പിന്നെ ഓനവിടെ എത്തി കഴിക്കുന്നതും കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നേരെ മുമ്പിൽ കുട്ടിപ്പാപ്പനും പാപ്പന്മാരും പ്രേമമാമനും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ കത്തിയടി പ്ലസ് ഫുഡടി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. സദ്യ എന്നും എൻ്റെ വീക്ക്നെസ്സാണ് ഗൈസ്. സോ സദ്യ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. സംഭവം നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളോട് കുറച്ച് ആക്രാന്തം കൂടുതലായിരിക്കില്ലേ. അതുപോലെയാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ. എനിക്ക് പുളി പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം പുളിയോട് വലിയതില്ല. പക്ഷേ പൈനാപ്പിൾ കിച്ചടിയില്ലേ, അതിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് പണ്ടോട്ടേ. അതെ, അതിപ്പോഴാണെങ്കിൽ എനിക്ക് വല്ലാത്തൊരു തോരയാണ്. പക്ഷേ ഞാൻ കുറച്ച് കഴിച്ചു വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ എൻ്റെ ക്യാമറ കാണുമ്പോൾ എല്ലാവരും സ്ലോ മോഷനിൽ കഴിക്കണ്ടായിരുന്നു. പക്ഷേ പ്രേമമാമൻ മാത്രം അങ്ങനെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ആക്ഷൻ എന്ന് പറഞ്ഞപ്പം ആ മാമനെ നോക്കി എന്തപ്പോൾ ഇവൾ പറയണതെന്ന്. അപ്പോൾ അതാ കുറച്ച് കൂടുതൽ കാണിച്ചു കണ്ടോ. അങ്ങനെ വേണം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം, മനസ്സിലായോ. മേമേനൊക്കെ കാണിക്കുമ്പോൾ മേമ സ്ലോ മോഷനിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ സുപരിചിതമായ മുഖങ്ങളായിരുന്നു ചുറ്റും. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ആൻറ്റി വേഗം വന്ന്, വാ എടുക്കട്ടെ, ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നിൻ്റെ വ്ളോഗ് കാണലുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻറ്റി വേഗം വന്നതാണ് കേട്ടോ. അത് നമുക്ക് നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ കുറേ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെൻ്റെ മാമനാണ് കേട്ടോ, ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അപ്പം രണ്ടുപേരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കാണാറുണ്ട്. അവർ പറയാറുണ്ട് ഇത് ആരാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സോ സന്തോഷം. അപ്പം ആൻറ്റിയുടെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദേവു പറഞ്ഞു, വാ നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെന്താ, ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സൈഡാവും. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ചാൽ എനർജിയാണ്, പക്ഷേ എനിക്ക് ഫുഡ് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണ്. മേ ബി ഷുഗറുള്ളതുകൊണ്ടായിരിക്കണം. ഇത് ഞങ്ങൾ 2017 എടുത്തൊരു പിക്കാണ് കേട്ടോ. ഇതിൻ്റെ പാപ്പൻ്റെ മോനാണ് കണ്ണൻ, അല്ലൂർസിൻ്റെ കണ്ണമ്മാമൻ കണ്ണേട്ടൻ. ഓക്കെ, ഇപ്പോൾ ദാ ഞങ്ങൾ രണ്ടാളും ഈ കോലത്തിലാണുള്ളത്. എന്തൊരു ചേഞ്ചാണ് അല്ലേ. ഞാൻ പണ്ടത്തെ എന്നെ നോക്കി, ഓ മൈ ഗോഡ്, 2017 2025. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതാ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങളെ കൂടെ കുട്ടിപ്പാപ്പനും ഇളയമയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ്റെ പാപ്പനും ഇളയമയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് തുമ്പി ഇതൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയെന്നെ, അമ്മേനെ ഞാൻ കാത്തു നിന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അല്ലുട്ടനെ കുട്ടിപ്പാപ്പനെ എടുത്തിട്ട് ഞങ്ങൾ പോകുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൾ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോവുകയും ചെയ്തു. കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, പിന്നെ അവർ പോവുകയും ചെയ്തു. സോ ഗായ്സ്, നമ്മുടെ കുഞ്ഞിയുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവരെ ഒന്ന് വിഷും കൂടെ ചെയ്തേക്കിട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.